ചാണകവടക്കിന് നന്ദി. തൃശൂരിലെ കോൺഗ്രസ് പ്രവർത്തകർ ടോം വടക്കന്റെ BJP-യിലേക്കുള്ള പ്രവേശനം കേക്ക് മുറിച്ച് ആഘോഷിക്കുകയാണ്. തൃശൂർ ദേശമംഗലത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് കേക്ക് മുറിച്ച് അത്യാഘാതത്തിൽ ടോം വടക്കന്റെ BJP പ്രവേശനം ആഘോഷിക്കുന്നത്. ചാണകവടക്കിന് നന്ദി എന്ന മുദ്രാവാക്യത്തോടെയാണ് ഈ ആഹ്ലാദത്തിമിർപ്പ്. കോൺഗ്രസ് ഓഫീസിൽ ഒരു പ്രാധാന്യവുമില്ലാത്ത ടോം വടക്കൻ കേരളത്തിൽ വച്ചു നീട്ടിയ സീറ്റ് കണ്ടാണ് അങ്ങോട്ട് ചാടിയത്. ഇപ്പോൾ ഒരു ശല്യം ഒഴിഞ്ഞുവെന്നത് കോൺഗ്രസിന് വലിയ സന്തോഷമായിരിക്കുകയാണ്. ടോം വടക്കന്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ ചാണകവടക്കിന് നന്ദി എന്ന് എഴുതിയ കേക്കാണ് ഇവർ മുറിച്ചത്. ഇന്ന് ഉച്ചയോടെയാണ് കോൺഗ്രസ് നേതാവ് ടോം വടക്കൻ ദില്ലിയിൽ വെച്ച് BJP-യിൽ ചേർന്ന വിവരം പ്രഖ്യാപിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശോഭനമായ ഭാവി ഇന്ത്യക്ക് നൽകുന്നുവെന്നും അധികാര കേന്ദ്രം ആരാണെന്ന് അറിയാത്ത അവസ്ഥയാണ് കോൺഗ്രസിൽ ഇപ്പോൾ ഉള്ളതെന്നും ടോം വടക്കൻ പറഞ്ഞു. ഇന്നലെ വരെ കോൺഗ്രസിന്റെ വക്താവായിരുന്ന വടക്കന്റെ ഈ തലകീഴായുള്ള മറിച്ചിൽ കണ്ട് അമ്പരന്നിരിക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ. പ്രത്യേകിച്ച് തൃശൂരിലെ കോൺഗ്രസ് പ്രവർത്തകർ വലിയ ആഹ്ലാദത്തിമിർപ്പിലാണ്. തന്നെ വിശ്വാസത്തിലെടുത്ത BJP അധ്യക്ഷൻ അമിത്ഷായോട് നന്ദിയുണ്ട്. രാഷ്ട്രീയത്തിന് അതീതമായ വളർച്ചയാണ് പ്രതീക്ഷിക്കുന്നത്. കോൺഗ്രസിനുള്ള മറുപടി രാജ്യം മുഴുവൻ നൽകിക്കൊണ്ടിരിക്കുകയാണെന്നും BJP-യിൽ ചേർന്ന ശേഷം ടോം വടക്കൻ പറഞ്ഞു. കുടുംബാധിപത്യം മടുപ്പിക്കുന്നു എന്നാരോപിച്ചാണ് സോണിയാഗാന്ധിയുടെ ഏറ്റവും അടുത്ത അനുയായി കൂടിയായിരുന്ന ടോം വടക്കൻ കോൺഗ്രസ് ഇപ്പോൾ വിടുന്നത്. കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദിൽ നിന്നാണ് ടോം വടക്കൻ അംഗത്വം സ്വീകരിച്ചത്. പുൽവാമ വിഷയത്തിലടക്കം കോൺഗ്രസ് എടുത്ത നിലപാടിലും വലിയ അതൃപ്തി ഉണ്ടെന്നാണ് വടക്കൻ പറഞ്ഞു വയ്ക്കുന്നത്. ഉപയോഗിച്ച് ആളുകളെ വലിച്ചെറിയുന്ന രീതിയാണ് എപ്പോഴും കോൺഗ്രസ് പുലർത്തുന്നത്. മോദിയുടെ വികസന നിലപാടുകളിൽ താൻ വളരെ ആകൃഷ്ടനാണ്. BJP അംഗത്വം അനുവദിച്ചതിൽ നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും ഹൃദയം നിറഞ്ഞ നന്ദിയും പറയുന്നുണ്ട് ടോം വടക്കൻ. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ടോം വടക്കന്റെ മുൻ നിലപാടുകൾ അറഞ്ചം പുറഞ്ചം ട്രോൾ മഴയായി ഒഴുകുകയാണ്. രാജേഷിനെ കണ്ടം വഴി ഓടിച്ച അതേ വടക്കൻ ബൂമറാങ്ങായി മാറി. കോൺഗ്രസ് വക്താവായിരുന്ന ടോം വടക്കന്റെ അപ്രതീക്ഷിത നീക്കത്തിന്റെ അമ്പരപ്പിൽ സോഷ്യൽ മീഡിയയും ആഘോഷ തിമിർപ്പിലാണ്. ഇത്രയും നാൾ BJP-യെ ശക്തമായി ആക്രമിച്ച ടോം വടക്കൻ പെട്ടെന്നൊരു നാൾ അതേ പാർട്ടിയിൽ ചേർന്നത് ട്രോൾ ഗ്രൂപ്പുകളിൽ ആഘോഷമായി. ടോം വടക്കന്റെ പല മുൻ നിലപാടുകളും ട്വീറ്റുകളുമാണ് ഇപ്പോൾ ആഘോഷിക്കപ്പെടുന്നത്. BJP-യിൽ ചേരുന്നതിന്റെ തൊട്ട് തലേ ദിവസം പോലും വടക്കൻ പ്രിയങ്ക ഗാന്ധിയുടെ ട്വീറ്റ് റീട്വീറ്റ് ചെയ്തിട്ടുണ്ട്. പണ്ട് BJP-ക്കെതിരെ ഉപയോഗിച്ചതെല്ലാം ഇപ്പോൾ വടക്കന് തന്നെ ബൂമറാങ്ങായി മാറിയിരിക്കുന്നു. ഒരിക്കൽ BJP-യിൽ ചേർന്നാൽ നിങ്ങളുടെ കുറ്റങ്ങളെല്ലാം ഇല്ലാതാകുമെന്ന വടക്കന്റെ ട്വീറ്റ് ഇതിനകം പേരു ട്രോളായി കഴിഞ്ഞു. അറഞ്ചം പുറഞ്ചം ട്രോളിക്കൊണ്ട് ടോം വടക്കനെ തീർക്കുന്ന കാഴ്ചയാണ് സാമൂഹിക മാധ്യമങ്ങളിൽ. ചാനൽ ചർച്ചകളിൽ അടുത്തിടം വരെ കോൺഗ്രസിന്റെ മുഖമായിരുന്ന വടക്കൻ അന്ന് BJP നേതാക്കളെ കണ്ടം വഴി ഓടിച്ചതും ഇപ്പോൾ വലിയ ട്രോളായി മാറി. ടോം വടക്കനെ വിമർശിച്ച് പല കോൺഗ്രസ് നേതാക്കളും രംഗത്തെത്തി. ടോം വടക്കൻ ഒരു മണ്ഡലത്തിലോ ബൂത്തിലോ പ്രവർത്തിച്ച് പരിചയമുള്ള ആളല്ലെന്ന് കോൺഗ്രസ് നേതാവ് K. മുരളീധരന് ഇപ്പോഴാണ് ബോധോദയം ഉണ്ടായത്. 2009 തൃശൂരിൽ നിന്ന് മത്സരിക്കാൻ സ്വയം തയ്യാറായ ആളാണ് വടക്കൻ. അന്ന് ജില്ലയിലെ പ്രവർത്തകർ ഒന്നടങ്കം വേണ്ടെന്ന് പറഞ്ഞതിലാണ് വടക്കൻ സ്ഥലം കാലിയാക്കി ഡൽഹിക്ക് ഓടിയത്. വടക്കനെ കൊണ്ട് കോൺഗ്രസിന് ഒരു പ്രയോജനവും ഉണ്ടായിട്ടില്ല. ഇനി ഒരു ഉപയോഗവും ഉണ്ടാവുകയുമില്ല. കോൺഗ്രസ് കണ്ടം ചെയ്ത ആളാണ് ഈ വടക്കൻ. ഇതൊക്കെ BJP-ക്ക് പിന്നെ മനസ്സിലാവുമെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു. പുള്ളി പറയുന്നത് മലയാളമാണോ, ഇംഗ്ലീഷാണോ, മംഗ്ലീഷാണോ, ഇനി വേറെ ഏതെങ്കിലും ഭാഷയാണോ എന്ന് പോലും മനസ്സിലാവില്ല. ശ്രീധരൻപിള്ള പ്രസിഡന്റ് ആയിരിക്കുന്ന കാലത്തോളം BJP കേരളത്തിൽ ഒരു അത്ഭുതവും കാട്ടില്ലെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് വടക്കനെ പോലെ ഒരാളെ പൊക്കിയെടുത്ത് BJP വലിയ ആഘോഷമാക്കുന്നത്. മുരളീധരൻ അറഞ്ചം പറഞ്ചം തകർത്ത് കളഞ്ഞിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.